बोलो भारत माता की, कांग्रेस पार्टी की, मल्लिकार्जुन खड़गे की, राहुल गांधी की, सोनिया गांधी की, मुरलीधरन की, करुणाकरन की, अंटोनी की. Namaskar to all of you. എല്ലാവർക്കും നമസ്കാരം. Today I am here, very happy to be here to Trishur. ഇന്ന് ഇവിടെ വരാനും ഈ തൃശ്ശൂരിലെ ആളുകളെ നേരിട്ട് കാണാനും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. I have come to Trishur not to campaign for Muralidharan, but to campaign for a tiger where Mr. Modi is afraid of in Kerala. ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്താൻ വേണ്ടിയല്ല, മറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭയപ്പാടോടുകൂടി നോക്കിക്കാണുന്ന ഒരു പുലിക്കുട്ടിക്ക് വേണ്ടി പ്രചരണം നടത്താൻ വേണ്ടിയാണ്. I have a lot of leaders on the dais. Mr. Muralidharan is there. Our DCC President, Mr. Jose Vellore is there. And a great friend of mine who has sacrificed the seat for Muralidharan, Mr. Pratapan is there, and Vincent, our ex-MLA is there, and Thomas, ex-MLA is there, and all other leaders are there. I would like to thank all of them. And apart from that, all of you are here in this hot to welcome me, to greet me, and support Mr. Muralidharan. ഇവിടെ ഈ വേദിയിൽ ഒരുപാട് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുണ്ട്. അതുപോലെ തന്നെ ഈ പൊള്ളുന്ന വേനലിനെയും ചൂടിനെയും വകവയ്ക്കാതെ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്ന നൂറുകണക്കായ നിങ്ങൾ ഓരോരുത്തരോടും എന്റെ നന്ദിയും എന്റെ അഭിവാദ്യങ്ങളും ഞാൻ നേരുകയാണ്. I have a lot of love, respect for Kerala. When I was being sent to ED custody, I was watching in the TV. Some of my friends showed that. 8 o'clock, I was being arrested. The news came out that I have been arrested. Within 8:15, there is a TV news that in the entire Kerala, before Karnataka pressing out, the youth of Kerala came to the street opposing and supporting me with a torch parade. That is the loyalty what Kerala people has to the Congress party and the leadership. എനിക്ക് കേരളത്തോട്, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരോട് വലിയ ബഹുമാനമാണ്, മതിപ്പാണ്. കാരണം ഞാൻ ഇഡിയുടെ വേട്ടയാടലിന് വിധേയമായപ്പോൾ, എന്നെ ഇഡി അറസ്റ്റ് ചെയ്തപ്പോൾ 8 മണിക്കാണ് ആ അറസ്റ്റ് ഉണ്ടായത് എങ്കിൽ വെറും 15 മിനിറ്റിനകത്ത് എന്റെ സുഹൃത്തുക്കൾ ടിവിയിലെ വാർത്തകൾ സ്ക്രോൾ ചെയ്ത് എന്നെ കാണിച്ചു. വെറും 15 മിനിറ്റുകൾക്കകത്ത് 8:15 കർണാടകയിൽ അതിനെതിരെ പ്രതിഷേധമുണ്ടാകുന്നതിന് മുൻപായി തന്നെ ഈ കേരളത്തിലാണ് പന്തം കൊളുത്തി പ്രകടനങ്ങൾ നടത്തി എനിക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഈ വേട്ടയാടലിനെതിരെ തെരുവിലിറങ്ങാൻ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഈ കേരളത്തിൽ ആർജവം കാണിച്ചത്. അതിന്റെ പേരിൽ എനിക്ക് ഈ നാട്ടിലെ മുഴുവൻ പ്രവർത്തകരോടും സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്, കടപ്പാടുണ്ട്. The people of Kerala, Malayalis, are very educated people. They know what country needs. They have always stood with the UPA. They have stood with the UDF and the Congress party in difficult times. കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്, വിവേകശാലികളാണ്, വിദ്യാസമ്പന്നരാണ്. അതുകൊണ്ട് തന്നെ എന്നും കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിനൊപ്പം നിന്നിട്ടുണ്ട്, UPA-ക്കൊപ്പം നിന്നിട്ടുണ്ട്, UDF-നൊപ്പം നിന്നിട്ടുണ്ട്. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് ഏറ്റവും കൃത്യമായി തിരിച്ചറിയുന്നവരാണ് കേരളത്തിലെ വിവേകശാലികളായിട്ടുള്ള ജനങ്ങൾ, വോട്ടർമാർ. See, you all have come here with a Congress flag. UDF, we all are joined together, we are fighting this election. Congress history is country's history. Congress strength is country's strength. Congress party has kept this country united. And the Gandhi family has kept the Congress united. Whenever Congress party is there, we have seen that this country is always flourished with harmony. നിങ്ങൾ എല്ലാവരും ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത് കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാകകൾ ഏന്തിക്കൊണ്ടാണ്. ഐക്യജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ഒറ്റക്കെട്ടായിട്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. നമുക്കറിയാം കോൺഗ്രസിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ തന്നെ ചരിത്രമാണ്.
കോൺഗ്രസ് ശക്തിപ്പെടുക എന്നതിന്റെ അർത്ഥം ഈ രാജ്യം ശക്തിപ്പെടുക എന്നുള്ളതാണ്. കോൺഗ്രസിനൊപ്പം നിൽക്കുക എന്നതിനർത്ഥം ഈ രാജ്യത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. കോൺഗ്രസിനൊപ്പം എന്നും നിന്നിട്ടുള്ളവരാണ് ഈ കേരളത്തിലെ വോട്ടർമാർ. ഗാന്ധി ഫാമിലിക്കൊപ്പം എന്നും നിന്നിട്ടുള്ളവരാണ് കേരളത്തിലെ വോട്ടർമാർ. കോൺഗ്രസിലൂടെ മാത്രമേ ഈ രാജ്യം ഇന്നലകളിൽ പുരോഗതി നേടിയിട്ടുള്ളൂ എന്നുള്ളത് കൃത്യമായി തിരിച്ചറിയുന്നവരാണ് ഈ കേരളത്തിലെ വോട്ടർമാർ. Last time we got only 50 plus seats in the national level. In that you gave us 19 seats. You created an history. But in Karnataka we got only one seat, that is my brother. But still the Kerala people, you stood for harmony with a great courage. With your foundation, today Congress party is alive. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ നമുക്ക് ചില തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. 50-ൽ പരം സീറ്റുകളിൽ മാത്രമാണ് നമുക്ക് ദേശീയ തലത്തിൽ വിജയിക്കാൻ സാധിച്ചത്. എന്നാൽ അഭിമാനത്തോടെയും സന്തോഷത്തോടു കൂടിയും നിങ്ങളോട് പറയട്ടെ, ആ കോൺഗ്രസിന് നേടിയെടുക്കാൻ കഴിഞ്ഞ സീറ്റുകളിൽ 19 സീറ്റുകൾ സംഭാവന ചെയ്തത് ഈ കേരളത്തിൽ നിങ്ങളാണ് എന്നുള്ളത് അങ്ങേയറ്റം ആദരവോടുകൂടിയും നന്ദിയോടുകൂടിയും ഞാനിവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ അതിലും മെച്ചപ്പെട്ട ഭൂരിപക്ഷം, അതിലും മെച്ചപ്പെട്ട സീറ്റുകളുടെ എണ്ണം ഈ കേരളത്തിൽ നിന്ന് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. കാരണം എന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും കോൺഗ്രസിനൊപ്പമാണ് ഈ നാട് എന്നും അണിനിരന്നിട്ടുള്ളത്. You have given 19 seats. I asked Rahul Gandhi ji, you have selected Rahul Gandhi and sent to center. He could not win due to various political reasons in Amethi. But you have given a life who has been suffering, who has been fighting for the sake of this country. He is giving a sleepless night to the BJP. All you know about it. കഴിഞ്ഞ തവണ 19 സീറ്റിൽ UDF-നെ വിജയിപ്പിക്കാൻ കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ തയ്യാറായി. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ദേശീയ നേതാവ്, അദ്ദേഹത്തിന് അമേഠിയിൽ ഒരു തിരിച്ചടി നേരിട്ടുവെങ്കിലും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള വിവേകം കാണിക്കാൻ ഈ കേരളത്തിലെ വയനാട്ടിലെ വോട്ടർമാർ തയ്യാറായി. അദ്ദേഹം ഇന്ന് ഈ രാജ്യത്തുടനീളം നമ്മുടെ പതാകയും ഏന്തിക്കൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ചുകൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ ശബ്ദമായി ശ്രീ രാഹുൽ ഗാന്ധി മാറുമ്പോൾ ആ രാഹുൽ ഗാന്ധിയുടെ പുറകിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് ഈ കേരളത്തിലെ ജനങ്ങളാണ് എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. In difficult times, we had elected Indira Gandhi from Karnataka. We also invited Rahul Gandhi to come from Karnataka. But he chose Wayanad and Kerala. I asked him, why did he choose Kerala? He said, Kerala is a land of courage. Kerala is a land of harmony. Kerala is a proud country where loyalty is there and loyalty will pay royalty. ഇതുപോലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയെ തെരഞ്ഞെടുത്തത് കർണാടകത്തിൽ നിന്നാണ്. ഞാൻ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് കർണാടകത്തിൽ മത്സരിക്കാൻ വരുന്നില്ല? താങ്കൾ എന്തുകൊണ്ട് കേരളത്തെ വയനാടിനെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു എന്ന് ചോദിച്ചപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞു, ഈ വയനാട് എന്നുള്ളത്, കേരളം എന്നുള്ളത് എന്നും ധീരതയുടെ മണ്ണാണ്, എന്നും പ്രതിബദ്ധതയുടെ മണ്ണാണ്, എന്നും വിശ്വാസ്യത വെച്ച് പുലർത്തിയ, ജനാധിപത്യത്തോട് 100% പ്രതിബദ്ധത വെച്ച് പുലർത്തിയ ഒരു നാടാണ്. അതുകൊണ്ടാണ് ഞാൻ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി തയ്യാറായത് എന്നാണ് എന്നോട് ശ്രീ രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞത്. Today, Rahul Gandhi is fighting. I think no one other in the country has such a courage. Who did this Padayatra, Bharat Jodo Yatra, to unite India, to see the problem of this India, to save the youth, to save all section of the society, including the farmer labor. He walked this country from Kanyakumari to Kashmir. No other leader of any political party in the Indian history has done a great sacrifice to this country. ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധി രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളാണ്. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നത് ഈ നാട്ടിലെ ജനങ്ങളാണ്. അദ്ദേഹം നടത്തിയ ത്യാഗപൂർണമായ ഇടപെടലുകൾ ഒരുപക്ഷെ ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ മറ്റാരെങ്കിലും നടത്തിയിട്ടുണ്ടാകുമോ എന്ന സംശയമാണ്. അദ്ദേഹം കന്യാകുമാരിയുടെ മണ്ണിൽ നിന്ന് തുടങ്ങിയ ഭാരത് ജോഡോ യാത്ര ഈ വഴിത്താരകളിലൂടെയാണ് കടന്നുപോയത്. ആ യാത്ര ഇന്ത്യയുടെ
വടക്കേ അറ്റമായ കശ്മീരിലെ ശ്രീനഗറിൽ വരെ അദ്ദേഹത്തിന് പദയാത്രയായി നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ അകമ്പടിയോടുകൂടി നടത്താൻ സാധിച്ചു എന്നുള്ളത് നമ്മുടെ ജനാധിപത്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ത്യാഗപൂർണമായ ഒരു വലിയ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നോക്കിക്കാണുന്നത്. Your vote in Kerala, from Kerala in Wayanad, is not the victory of Rahul Gandhi. It is not for him making an MP. It is for you to give a strength to the entire country that there is a one leader for the sake of all sections of the society. That is the strength you have given to the country. രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ തവണ വയനാട്ടിൽ നിന്ന് നിങ്ങൾ വിജയിപ്പിച്ചപ്പോ അത് കേവലം ഒരു വ്യക്തിയെ പാർലമെന്റ് അംഗമാക്കുക എന്നുള്ള ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയായിരുന്നില്ല, മറിച്ച് ഈ രാജ്യത്തിന് അത് ഒരു വലിയ കരുത്താണ് പകർന്നു നൽകിയത്. ഈ രാജ്യത്തെ സാധാരണക്കാരന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടത്താൻ, ഈ രാജ്യത്തെ വിവിധ വിഭാഗങ്ങളെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ഉന്നത ശീർഷനായ ദേശീയ നേതാവിന് കരുത്തു പകരുക, ആ നിലയിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വീണ്ടെടുപ്പിന് കരുത്തു പകരുക എന്നുള്ള ദൗത്യമാണ് വയനാട്ടിലെയും കേരളത്തിലെയും പ്രബുദ്ധരായ വോട്ടർമാർ കഴിഞ്ഞ തവണ നിർവഹിച്ചത്. Last 10 years we might have lost the election. UPA might have not come to power. But earlier, last 10 years, UPA came to power under the leadership of Srimati Sonia Gandhi, and Manmohan Singh was made the Prime Minister. You could see, whenever Congress party is in power, all the section of the society is power. We gave a lot of amendments to the people to see that the development and all section is being given an opportunity for their livelihood. കഴിഞ്ഞ 10 വർഷം ദേശീയ തലത്തിൽ നമുക്ക് വലിയ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ നേടാൻ കഴിഞ്ഞില്ല എന്നിരിക്കാം. പക്ഷേ അത് കോൺഗ്രസിന്റെയോ UPAയുടെയോ പ്രസക്തിയെ ഒട്ടും തന്നെ ഇല്ലാതാക്കുന്നില്ല. കാരണം നമുക്കറിയാം, 2004 മുതൽ 10 വർഷം ഇന്ത്യയിൽ UPAയുടെ ഭരണം സാധ്യമാക്കുന്നതിന് വേണ്ടി സോണിയാഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ, ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ, അത് ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിന്റെ ഓർമ്മകളിലുണ്ട്. ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും കരുത്തു പകരുന്നതിന് വേണ്ടി നിരവധിയായ നിയമ ഭേദഗതികൾ നമ്മൾ കൊണ്ടുവന്നു. ഈ രാജ്യത്തിന്റെ വികസനം സർവ്വതോന്മുഖമായി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള നിരവധി ഇടപെടലുകളും പ്രവർത്തികളും പദ്ധതികളും നമുക്ക് ആവിഷ്കരിക്കാൻ സാധിച്ചു. അത്തരത്തിലുള്ള അഭിമാനകരമായ ഒരു ഭൂതകാലം നമുക്കുണ്ട് എന്നുള്ളത് ഇന്നും ഈ രാജ്യത്തെ ജനങ്ങൾ കൃത്യമായി ഓർത്തിരിക്കുന്ന കാര്യമാണ്. Today, Mr. Modi has come here twice, I was told. He is again coming you. He has lot of love, fear from our Mr. Muralidharan. You need not worry. Whoever is strong, they will try to destroy. Today you elected Rahul Gandhi. He sent him summons. He wanted to put him in jail. He disqualified. 7 lakh margin you have won. Rahulji had won from the state with a 7 lakh margin, but he tried to destroy him politically. But there is a law in this country which they can't destroy them. ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 തവണ രാഷ്ട്രീയ പ്രചരണത്തിനായി വന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മൂന്നാമതൊരിക്കൽ കൂടി അദ്ദേഹം വരാനുള്ള സാധ്യതയുണ്ട് എന്നും കേൾക്കുന്നു. എനിക്ക് ശ്രീ കെ മുരളീധരനോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ അക്കാര്യത്തിൽ ഒരു കാരണവശാലും ഭയക്കേണ്ട കാര്യമില്ല. കാരണം കരുത്തനോടാണ് എതിരാളികൾ ഏറ്റുമുട്ടുക. ശ്രീ കെ മുരളീധരൻ എന്ന് പറയുന്ന ഇവിടുത്തെ സ്ഥാനാർത്ഥി ഈ കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ UDF സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വരേണ്ടതായി വന്നത്. ഇത് തന്നെയാണ് നമ്മൾ വയനാട്ടിലും കണ്ടത്. രാഹുൽ ഗാന്ധിക്ക് 7 ലക്ഷത്തിൽ പരം ആളുകളുടെ വോട്ടുകളാണ് അന്ന് ലഭിച്ചത്. 4.5 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ആ പാർലമെന്റ് അംഗത്വത്തിൽ നിന്ന് പുറത്തു ചാടിക്കാൻ വേണ്ടിയുള്ള കുടില നീക്കങ്ങളുമായി അവർ മുന്നോട്ട് പോയത്. നമ്മൾ നമ്മുടെ കരുത്തിൽ മുന്നോട്ട് പോകും, നമ്മെ തകർക്കാൻ ആർക്കും സാധിക്കില്ല എന്നുള്ളതിന്റെ ആവേശകരമായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് മാറുന്നത്. Today NDA has become very weak. That is why they have embraced JDS in Karnataka, TDP in Telangana, and in Bihar also they have embraced Nitish Kumar. If they were strong, there was no need of taking anyone. But since they are very weak, they are embracing all the opposition party leaders. ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയുടെ മുന്നണി NDA ഇന്ന് തകർച്ചയുടെ വക്കിലാണ്.
അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക പാർട്ടികളുമായി കൂട്ടുകെട്ടുണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുപിന്നാലെ അവർ തയ്യാറായി കടന്നു വരുന്നത്. അവർ കർണാടകത്തിൽ ദേവഗൌഡയുടെ JDS പാർട്ടിയുമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നു, തെലങ്കാനയിൽ BRSുമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നു, PDPയുമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നു, ബീഹാറിൽ നിതീഷ് കുമാറിന്റെ മറുകണ്ഠം ചാടിച്ചുകൊണ്ട് അവരുടെ പക്കലേക്ക് കൊണ്ടുവരുന്നു. ഇത് മുഴുവൻ അവരുടെ അപകർഷതാബോധത്തിൽ നിന്നാണ്, ഇത് മുഴുവൻ അവരുടെ അപായ ഭീതിയിൽ നിന്നാണ്. തോൽക്കാൻ പോവുകയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എങ്ങനെയും പിടിച്ചു നിൽക്കാനുള്ള കച്ചിത്തുരുമ്പുകൾ തേടി അവർ പ്രാദേശിക പാർട്ടികളെ സമീപിക്കുന്ന സാഹചര്യം ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംജാതമായിരിക്കുന്നത്. The BJP is targeting, since they are very weak, they can't come to power. They are targeting all the opposition leaders. They arrested me. They arrested Chidambaram. They arrested various TMC leaders of Trinamool Congress. They arrested Lalu Prasad Yadav family and his party members. They are trying to arrest lot of leaders in Maharashtra. Now they have arrested Soren, and now they have gone to Delhi Chief Minister Mr. Kejriwal. BJPയുടെ ഭയപ്പാടിൽ നിന്നാണ് അവർ രാഷ്ട്രീയ എതിരാളികളെ ഇങ്ങനെ നിരന്തരമായി വേട്ടയാടുന്നത്. അവർ എന്നെ അറസ്റ്റ് ചെയ്തു, അവർ P. ചിദംബരത്തെ അറസ്റ്റ് ചെയ്തു, അവർ തൃണമൂൽ കോൺഗ്രസിന്റെ നിരവധി നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ രാജ്യത്തുടനീളമുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരെ ഓരോരുത്തരെയായി അവർ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ബീഹാറിൽ ലാലു പ്രസാദ് യാദവിനെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും അവർ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാർഖണ്ഡിൽ സോറനെ അവർ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുമ്പോൾ പോലും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായി. ഏറ്റവും ഒടുവിൽ നിങ്ങൾ കാണുന്നത് പോലെ ഇന്ത്യയിൽ ആദ്യമായി ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രി, ഡൽഹിയിലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് അറസ്റ്റിലാണ്. ഇവരുടെ ഭയപ്പാടിനെയാണ് ഇത് കാണിക്കുന്നത്. ഇവർ തോൽക്കാൻ പോവുകയാണ് എന്നുള്ള അവരുടെ അപായ ഭീതിയാണ് അവരെ ഇങ്ങനെയൊക്കെയുള്ള നടപടികളിലേക്ക് നയിക്കുന്നത്. But only one leader in this country, one chief minister in this country, who is free, who is having an understanding with the BJP, one coin with two faces, that is your Kerala chief minister and his family. They have not touched him. പക്ഷേ ഇങ്ങനെ രാജ്യത്തുടനീളമുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരെ, മുഖ്യമന്ത്രിമാരെ അടക്കം ED ഉപയോഗിച്ചുകൊണ്ട്, CBI ഉപയോഗിച്ചുകൊണ്ട്, മറ്റ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ സർക്കാർ വേട്ടയാടുമ്പോഴും അതിലൊരു പരുക്കുമില്ലാതെ, അതൊന്നും ബാധിക്കാതെയുള്ള ഇന്ത്യയിൽ ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് എന്ന് കാണാൻ സാധിക്കും. പിണറായി വിജയനെ തൊടാൻ ED തയ്യാറാകുന്നില്ല, നരേന്ദ്രമോദി തയ്യാറാകുന്നില്ല. പിണറായി വിജയന്റെ കുടുംബാംഗങ്ങൾക്കെതിരെ അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയരുമ്പോഴും അതിന്മേൽ യാതൊരു തരത്തിലുള്ള നടപടികളും കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല. ഇവർ തമ്മിലുള്ള ഒത്തുതീർപ്പുകളും അവിശുദ്ധ നാടകങ്ങളും അഡ്ജസ്റ്റ്മെന്റുകളുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇവർ രണ്ടുപേരും രണ്ടല്ല, ഇവർ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ മാത്രമാണ് എന്ന് ഈ നടപടികളിലൂടെ കേരളത്തിന് ബോധ്യമാവുകയാണ്. In Kerala, LDF government is there. In Karnataka, Devegowda Janata Dal party is there. In this state also, you have an electricity minister from the Janata Dal. Janata Dal has already been associated, merged and joined the NDA. I am asking the Honorable Chief Minister of Kerala, why you have not dismissed or disqualified your power minister who is a part of the NDA alliance? കേരളത്തിൽ ഭരണം നടത്തുന്നത് ഇടതുപക്ഷ മുന്നണിയുടെ ഒരു സർക്കാരാണ് എന്നാണ് അവകാശപ്പെടുന്നത്. പിണറായി വിജയന്റെ സർക്കാർ LDFന്റെ സർക്കാരാണ് എന്നുള്ളതാണ് അവകാശവാദം. പക്ഷേ എന്റെ നാട്ടിൽ കർണാടകത്തിൽ JDS എന്ന് പറയുന്ന പാർട്ടി NDA മുന്നണിയുടെ ഭാഗമാണ്. ആ NDAയുടെ മുന്നണിയുടെ ഭാഗമായ JDSന്റെ ഒരു മന്ത്രി ഈ കേരളത്തിൽ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിസ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. എനിക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ മന്ത്രിസഭ LDFന്റെ മന്ത്രിസഭയാണോ അതോ NDAയുടെ മന്ത്രിസഭയാണോ എന്ന് നിങ്ങൾ വ്യക്തമാക്കണം. എന്തുകൊണ്ട് നിങ്ങളുടെ മന്ത്രിസഭയിലുള്ള NDA ഘടകകക്ഷിയായ JDSന്റെ മന്ത്രിയായ K. കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന വൈദ്യുതി മന്ത്രിയെ ഇപ്പോഴും ആ സ്ഥാനത്ത് നിങ്ങൾ നിലനിർത്തിയിരിക്കുന്നു? എന്തുകൊണ്ടാണ് ആ സ്ഥാനത്ത് നിന്ന് വൈദ്യുതി മന്ത്രിയെ പുറത്താക്കാൻ പിണറായി വിജയൻ നിങ്ങൾ തയ്യാറാകാത്തത് എന്നുള്ളതിനെ കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങളോട് വിശദീകരിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. Today, Chief Minister of Kerala has said that he will not allow a single BJP to be elected. I am appealing in his constituency in the state.
You are very honest, true to this world, true to this state. The entire country is looking to you. You should not allow the communal forces to be born. You show your integrity. I am requesting all the voters of Kerala and this constituency, if you want to keep BJP out of power, you should see that including the LDF, you should see that Mr. Muralidharan wins with a thumping majority since he has taken a very bold decision to face the BJP in this constituency. കേരളത്തിലെ ജനങ്ങൾ മതനിരപേക്ഷതയ്ക്കൊപ്പം നിൽക്കുന്ന ആളുകളാണ്. കേരളത്തിലെ ജനങ്ങൾ ബിജെപിക്ക് കാലുകുത്താനുള്ള മണ്ണ് അനുവദിക്കില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടുമായി അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളുടെ ഓരോരുത്തരുടെയും നമ്മുടെ ഓരോ വോട്ടർമാരുടെയും പ്രതിബദ്ധതയും വിശ്വാസ്യതയും തെളിയിക്കേണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറുകയാണ്. ബിജെപിയെ നിലംതൊടാൻ അനുവദിക്കാതെ മതേതര ചേരിയിൽ ഈ കേരളത്തെ അണിനിരത്തുന്നതിന് വേണ്ടിയുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഈ പ്രദേശത്തെ വോട്ടർമാർക്ക് സാധിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് മുമ്പിൽ രണ്ടാമതൊരു ഓപ്ഷൻ ഇല്ല. ശ്രീ കെ മുരളീധരൻ എന്ന് പറയുന്ന നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി, UDFന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തെ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ചുകൊണ്ട് കേരളം മതനിരപേക്ഷതയുടെ അവസാനത്തെ തുരുത്തായി എന്നും നിലനിൽക്കുമെന്ന് ഉറപ്പുവരുത്താനുള്ള വിവേകപൂർണമായ ഇടപെടലുകൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഉണ്ടാകണമെന്നുള്ളതാണ് എനിക്ക് മുഴുവൻ മലയാളികളോടുമായി അഭ്യർത്ഥിക്കാനുള്ളത്. Today you have great opportunity in your hand. This opportunity you should not lose. You have given us 19 seats, but the entire country and all over the world is looking at Kerala, the enlightened, educated people, that we are expecting at least you will give compulsory 20 seats and create a history in the Indian politics. കേരളത്തെ കുറിച്ച് രാജ്യത്തിന് മുഴുവൻ അഭിമാനമാണ്. കഴിഞ്ഞ തവണ 20ൽ 19 സീറ്റ് മതേതര ചേരിക്ക് നൽകിക്കൊണ്ട്, UDFന് നൽകിക്കൊണ്ട് രാഷ്ട്രീയ വിവേകശാലികളാണ് എന്ന് തെളിയിച്ചവരാണ് ഈ കേരളത്തിലെ ജനത. അതുകൊണ്ട് തന്നെ ഇത്തവണ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും അഭ്യർത്ഥിക്കാനുള്ളത്, ഇത്തവണ 20ൽ 20 സീറ്റിലും UDFനെ വിജയിപ്പിച്ചുകൊണ്ട് രാജ്യത്തിന് തന്നെ മാതൃക കാണിക്കാൻ കഴിയുന്ന തരത്തിൽ, രാജ്യത്തിന്റെ അഭിമാനമായി മാറാൻ സാധിക്കുന്ന തരത്തിൽ കഴിഞ്ഞ തവണത്തെ ഗംഭീര വിജയം 20ൽ 20 ആവർത്തിച്ചുകൊണ്ട് ഈ കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർക്ക് ആവർത്തിക്കാൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. You know, when the UDF was in power, it has balanced and kept the economy in a very good position. Today in the NDF rule, entire state is finding difficult with the financial crisis. I was told even the government officials are not getting their pensions and salaries in time. Only Congress party is the only solution when UDF can give you a strength. This election will give a big message to the next assembly election, and I am confident that in Kerala, UDF is going to come in power in the next assembly election. കേരളത്തിൽ UDFന്റെ ഭരണം നടന്നിരുന്ന കാലം ഇന്നും ജനങ്ങളുടെ ഓർമ്മയിലുണ്ട്, മനസ്സിലുണ്ട്. കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയെ പരിക്കുകളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയി യാതൊരു തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയും സംസ്ഥാനത്തെ അലട്ടാത്ത തരത്തിൽ, ബാധിക്കാത്ത തരത്തിൽ നല്ല രീതിയിൽ ഭരണ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അന്ന് UDFന്റെ ഭരണകാലത്ത് നമുക്ക് സാധിച്ചിരുന്നു. പക്ഷേ ഇന്ന് ചരിത്രത്തിലില്ലാത്ത ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ ഈ കേരളം അഭിമുഖീകരിക്കുന്നു. ഒരു വലിയ സാമ്പത്തിക തകർച്ചയുടെ വക്കിൽ ഈ കേരളം എത്തിച്ചേർന്നിരിക്കുന്നു. കഴിഞ്ഞ 8 വർഷത്തോളമായി അധികാരത്തിലിരിക്കുന്ന LDFന്റെ ഗവൺമെന്റിനല്ലാതെ ഇക്കാര്യത്തിൽ മറ്റാർക്കും ഉത്തരവാദിത്വം നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ സർക്കാർ ജീവനക്കാർക്കടക്കം ശമ്പളം സമയത്ത് ലഭിക്കുന്നില്ല എന്നുള്ള വാർത്തയാണ് എനിക്ക് കേൾക്കേണ്ടതായിട്ട് വരുന്നത്. പെൻഷനുകൾ നിരന്തരമായി മുടങ്ങുന്ന വാർത്തയാണ് എനിക്ക് കേൾക്കേണ്ടതായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, UDF ഇന്നലകളിൽ എങ്ങനെയാണോ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോയത്, നമ്മുടെ നാടിന്റെ സാമ്പത്തിക വികസന പ്രക്രിയയെ അനുസ്യൂതം തുടർന്നു കൊണ്ടുപോയത്, അതേ രീതിയിൽ UDFന് മാത്രമേ ഈ കേരളത്തെ ഇനിയും മുന്നോട്ട് നയിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ദയവായി നിങ്ങൾ തിരിച്ചറിയണം. ഇവിടെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDFനെ താഴെ ഇറക്കി UDFന്റെ ഒരു ഭരണം ഈ കേരളത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് മുമ്പിലുള്ള മാർഗം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇപ്പോഴേ തുടങ്ങി വെക്കുന്നത്. Starting from Karnakaran days to Antony ji and Ramesh ji, all the leaders of Kerala, Oman Chandi, you have played a very major role in building up the party even in the national level. Today, Venugopal ji was in charge of Karnataka when he appointed me as the KPCC president. After he appointing me, IKP Congress party came to power in Karnataka.
Then Mr. Muralidharan was the chairman of the screening committee of Telangana. Under his leadership, Telangana has come to power. കേരളം എന്നും കോൺഗ്രസിന്റെ ഉന്നത ശീർഷരായ ദേശീയ നേതാക്കന്മാരെ സംഭാവന ചെയ്ത ഒരു നാടാണ്. ആദരണീയനായ ശ്രീ കെ കരുണാകരൻ എന്ന് പറയുന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ലീഡർ ഈ കേരളത്തിന്റെ സംഭാവനയാണ്. പിന്നീട് ശ്രീ എ കെ ആന്റണിയും ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നിരവധി നേതാക്കന്മാരെ ഈ കേരളം ദേശീയ രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. ഇന്ന് കോൺഗ്രസിന്റെ സംഘടനാ കാര്യങ്ങളുടെ ചുമതല വഹിക്കുന്ന ACCയുടെ ജനറൽ സെക്രട്ടറി ആയിക്കൊണ്ട് ശ്രീ KC വേണുഗോപാൽ രാജ്യത്തുടനീളം കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹമാണ് എന്നെ കർണാടകത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി മുൻപ് നിയമിച്ചത്. ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് കർണാടകത്തിൽ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്നതായിരുന്നു. ഇന്ന് കോൺഗ്രസിന്റെ ഭരണം കർണാടകത്തിൽ ഉറപ്പുവരുത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിന് കോൺഗ്രസിന്റെ കേരളത്തിലെ അടക്കമുള്ള ദേശീയ നേതാക്കന്മാരുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട്. അതിനുശേഷം ശ്രീ കെ മുരളീധരൻ എന്ന് പറയുന്ന നിങ്ങളുടെ പ്രിയങ്കരനായ നമ്മുടെ ഈ പ്രിയങ്കരപ്പെട്ട സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലാണ് തെലങ്കാനയിൽ സ്ക്രീനിംഗ് കമ്മിറ്റി കോൺഗ്രസ് സംഘടിപ്പിച്ചത്. ആ തെലങ്കാനയിൽ അദ്ദേഹത്തിന്റെ കർമ്മകുശലമായ നേതൃത്വത്തിന്റെ ഭാഗമായി ഇന്ന് കോൺഗ്രസിന്റെ ഒരു സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ നിലയിലുള്ള ദേശീയ തലത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന കരുത്തിലേക്ക് ശ്രീ കെ മുരളീധരനെ വീണ്ടും നിങ്ങൾ പിന്തുണയ്ക്കണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. In the Congress elections in Karnataka, the Congress party had given 5 guarantees. All the 5 guarantees we have implemented. In Telangana, we have given 6 guarantees. In Telangana also we have implemented. Now Mr. Mallikarjun Kharge from AICC, he is the president of AICC. Rahul Gandhi and Mr. Mallikarjun Kharge also have signed the 5 guarantees. Whatever Congress party has promised in these 2 states, we have implemented. And now at the national level, your leader, your MP, our leader, our MP, Mr. Rahul Gandhi and Mr. Mallikarjun Kharge have signed a guarantee, and we are going to implement those guarantees. കർണാടകത്തിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് നമ്മൾ 5 വാഗ്ദാനങ്ങളാണ് അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയത്. അധികാരത്തിലെത്തിയ ദിവസങ്ങൾക്കകം ആ 5 വാഗ്ദാനങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടാണ് കർണാടകത്തിലെ സർക്കാർ മുന്നോട്ട് പോകുന്നത്. തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് നമ്മൾ ജനങ്ങൾക്ക് നൽകിയത് 6 വാഗ്ദാനങ്ങളായിരുന്നു. തെലങ്കാനയിൽ അധികാരത്തിൽ വന്നതിന്റെ തൊട്ട് പിന്നാലെ ആ 6 വാഗ്ദാനങ്ങളും സമയബന്ധിതമായി പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് അവിടുത്തെ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇന്ന് പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിയും പ്രിയങ്കരനായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെജിയും നിരവധി വാഗ്ദാനങ്ങൾ ഈ നാട്ടിലെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലൂടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ മുഴുവൻ വാഗ്ദാനങ്ങളും പാലിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് കോൺഗ്രസിന്റെ ചരിത്രം അറിയുന്ന മുഴുവൻ ആളുകൾക്കും നിസ്സംശയം അറിയാവുന്ന കാര്യമാണ്. കാരണം ഇന്നലകളിൽ കോൺഗ്രസ് അങ്ങനെ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളൊക്കെ പാലിച്ചിട്ടുള്ള ചരിത്രമാണ് കോൺഗ്രസിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലും നമ്മൾ പ്രകടന പത്രികയിലൂടെ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്ന മുഴുവൻ വാഗ്ദാനങ്ങളും അധികാരം കിട്ടിയാൽ സമയബന്ധിതമായി പാലിക്കുമെന്നുള്ള ഉറപ്പാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ കോൺഗ്രസ് നൽകാനുള്ള ഗ്യാരണ്ടി. In Karnataka, we have given Grolakshmi 200 unit of power, free power. We have given Grolakshmi 2,000 rupees to every woman. We have given 10 kgs of rice to all of them. We have given Shakti scheme. All the women in the state are traveling free. We have given UNIDI of 3,000. This is not only for votes, it is for the development of the people to see that the price rise are very high. That is why we have taken the decision. At the same way, in the national level, our AICC has given this Mahalakshmi, Bhagyalakshmi scheme to give 1 lakh every year for all the women of this country who are above below the proper poverty line. The same way, for the students who have not got employment, 1 lakh rupees with the training will be given. This is a big strength, and 25 lakhs for the health insurance. This is not a small decision which the Congress party has taken. കർണാടകയിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായി നമ്മൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അവിടെ 200 യൂണിറ്റിൽ താഴെയുള്ള ഉപഭോഗത്തിന് വൈദ്യുതി നമ്മൾ സമ്പൂർണ്ണമായി സൗജന്യമാക്കിയിരിക്കുകയാണ്. അവിടെ വനിതകൾക്ക് ബസ്സുകളിൽ യാത്ര സമ്പൂർണ്ണമായി സൗജന്യമാക്കിയിരിക്കുകയാണ്. വനിതകൾക്ക് ഓരോ മാസവും 2000 രൂപയുടെ സാമ്പത്തിക സഹായം കുടുംബിനികൾക്ക് നൽകുന്ന ഗൃഹലക്ഷ്മി പദ്ധതി നമ്മൾ നടപ്പാക്കി മുന്നോട്ട് പോവുകയാണ്. 10 കിലോഗ്രാം
അരി സൗജന്യമായി ഓരോ മാസവും നൽകുന്ന പദ്ധതിയുമായി കർണാടകത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കർണാടകത്തിലെ ജനങ്ങൾക്ക് എങ്ങനെയാണോ നമ്മൾ നൽകിയ വാഗ്ദാനങ്ങൾ നമ്മൾ പാലിച്ചു കാണിച്ചു കൊടുത്തത്, അതേ രീതിയിൽ രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇന്ന് പ്രകടന പത്രികയുടെ മുന്നോട്ട് വെച്ചിരിക്കുന്ന മുഴുവൻ വാഗ്ദാനങ്ങളും സമയബന്ധിതമായി പാലിക്കും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുന്നതിനുള്ള വാഗ്ദാനം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നു. നിർധന കുടുംബത്തിലെ സ്ത്രീകൾക്ക് ഒരു വർഷം 1 ലക്ഷം രൂപ വീതം നൽകുന്ന തരത്തിലുള്ള മഹാലക്ഷ്മി പദ്ധതി നമ്മൾ നടപ്പാക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. കർഷകർക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് താങ്ങുവില ഉറപ്പു നൽകുന്ന നിയമപരമായ ആ ഗ്യാരണ്ടി നമ്മൾ ഉറപ്പു നൽകുന്നു. ചെറുപ്പക്കാർക്ക് 30 ലക്ഷം തൊഴിലവസരങ്ങളിൽ സമയബന്ധിതമായി നിയമനം നടത്തുമെന്ന് പറയുന്ന വാഗ്ദാനം നമ്മൾ നൽകുന്നു. തൊഴിലാളികൾക്ക് 25 ലക്ഷം രൂപയുടെ കവറേജ് നൽകുന്ന ഇൻഷുറൻസ് പദ്ധതി അസംഘടിത മേഖലയിലെ തൊഴിലാളികളടക്കം ഈ ഒല്ലൂരിലെ പ്രത്യേകമായ തൊഴിലാളി സമൂഹം ശ്രദ്ധിക്കണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഞാൻ പറയട്ടെ. ഈ അസംഘടിത മേഖലയിലെ തൊഴിലാളികളടക്കമുള്ള ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷ പൂർണ്ണാർത്ഥത്തിൽ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ഗ്യാരണ്ടികളുമായിട്ടാണ്, വാഗ്ദാനങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അധികാരത്തിലെത്തിയാൽ സമയബന്ധിതമായി ഓരോന്നോരോന്നായി അത് മുഴുവൻ നടപ്പാക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് കോൺഗ്രസിനുള്ളത്. I would like to congratulate and thank Mr. Prathapan, who sacrificed his seat here with great strength to see that BJP is out of power in this constituency. He has sacrificed, and Mr. Muralidharan has taken a very brave step to see that BJP will lose this election, and we should all stand behind him for this great event. ഞാൻ കഴിഞ്ഞ 5 വർഷമായി ഈ തൃശ്ശൂരിന്റെ ജനപ്രതിനിധിയായിരുന്ന പ്രിയങ്കരനായ ശ്രീ TN പ്രതാപനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം സമാനതകളില്ലാത്ത ഒരു വലിയ ത്യാഗമാണ് അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുള്ളത്. ഈ BJP എന്ന് പറയുന്ന വർഗീയ ശക്തിക്ക് ഈ തൃശ്ശൂരിന്റെ മണ്ണിൽ കാലുകുത്താൻ ഇടമനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിനുവേണ്ടി വ്യക്തിപരമായ ഏത് ത്യാഗം അനുഷ്ഠിക്കാനും താൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ TN പ്രതാപൻ കടന്നു വന്നത്. അതുപോലെ തന്നെ വടകരയുടെ MP ആണെങ്കിൽ പോലും ഈ നിർണായകമായ സാഹചര്യത്തിൽ തൃശ്ശൂരിൽ മത്സരിക്കുക എന്നുള്ള UDFന്റെ തീരുമാനം ശിരസാവഹിച്ചുകൊണ്ട് ആ വെല്ലുവിളിയെ ഏറ്റെടുത്തുകൊണ്ട് BJPക്ക് ഈ തൃശ്ശൂർ എന്നും ഒരു കിട്ടാക്കനിയായി മാറും എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ധീരമായ നിലപാടുകളുമായി ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന പ്രിയപ്പെട്ട ശ്രീ K. മുരളീധരന് എല്ലാവിധത്തിലുള്ള വിജയാശംസകളും ഞാൻ നേരാൻ ആഗ്രഹിക്കുകയാണ്. I am very happy to come to this constituency. Mr. Muralidharan is a troubleshooter of the Congress. You will be placed well in the national level for all the crises. You should stand by him. I have come here to tell that the entire Karnataka and the country stands by him, and we want him to be in the parliament. He should be our national leader in the future from Kerala. ഞാൻ ശ്രീ K. മുരളീധരന് എല്ലാ വിധത്തിലുള്ള ആശംസകളും ഭാവുകങ്ങളും നേരാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അദ്ദേഹം നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് ഒരു വലിയ ട്രബിൾ ഷൂട്ടറാണ്, ഒരു പ്രശ്ന പരിഹാരകനാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ദേശീയ തലത്തിൽ കൂടുതൽ ഉയരങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തോട് കർണാടകത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഈ വേദിയിൽ വെച്ച് വാഗ്ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് കുടുംബത്തിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പുവരുത്താൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തെ കൂടുതൽ ഉയർന്ന ഉത്തരവാദിത്തങ്ങളിൽ ദേശീയ തലത്തിൽ പാർലമെന്റിനകത്തും സംഘടനാ രംഗത്തും നമുക്ക് നാളുകളിൽ കാണാൻ സാധിക്കും. ആ നിലയിലുള്ള ഒരു വലിയ വളർച്ചയിലേക്ക് അദ്ദേഹത്തെ കൈപിടിച്ചുയർത്താൻ വേണ്ടി അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന എന്റെ സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകർ തയ്യാറാകണം. ഈ തെരഞ്ഞെടുപ്പിൽ ചരിത്ര ഭൂരിപക്ഷത്തിന് ശ്രീ K. മുരളീധരനെ വിജയിപ്പിക്കാൻ തയ്യാറാകണമെന്ന് എല്ലാവരോടുമായി അഭ്യർത്ഥിക്കുകയാണ്. I appeal to all the LDF voters also. If you want to keep BJP out of power, you have only decision you have to take. Every single vote to the LDF will help the BJP. That is why you have to take a decision to keep BJP out of power. If Mr. Chief Minister want to keep up his word, he should see that Mr. Muralidharan wins in this constituency. എന്നെ കേൾക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സഹപ്രവർത്തകരോടും വോട്ടർമാരോടും കൂടി എനിക്കൊരു അഭ്യർത്ഥന മുന്നോട്ട് വെക്കാനുണ്ട്. BJPയെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ള നിങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യം അത് ആത്മാർത്ഥതയോടുകൂടിയുള്ളതാണ് എങ്കിൽ BJPയെ വിജയിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റേതടക്കമുള്ള പ്രഖ്യാപനങ്ങൾ വെറും കീഴ്വാണങ്ങളല്ല എങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ ഒരൊറ്റ പോംവഴി മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും ഓരോ വോട്ടും കൈപ്പത്തി ചിഹ്നത്തിൽ ശ്രീ K. മുരളീധരന് നൽകുക എന്നുള്ളതാണ് ആ പോംവഴി. BJPയെ അകറ്റി നിർത്താൻ കോൺഗ്രസിനെ സാധിക്കുകയുള്ളൂ. BJP ഗവൺമെന്റിനെ താഴെയിറക്കാൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കുകയുള്ളൂ.
മറ്റ് ആർക്കെങ്കിലും നിങ്ങൾ വോട്ടുകൾ നൽകുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ BJP-ക്കാണ് കരുത്ത് പകരുക എന്നുള്ള യാഥാർത്ഥ്യം ഇടതുപക്ഷത്തിന് സ്ഥിരമായി വോട്ട് ചെയ്യുന്ന ആളുകൾ അടക്കം ഒന്ന് മനസ്സിലാക്കണമെന്നും ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ കെ മുരളീധരന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ ഒരു വോട്ട് പോലും ചോർന്നു പോകാതെ നിങ്ങൾ എല്ലാവരും പിന്തുണയായി അർപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. I am very happy. I have confidence. You should invite me again for the victory ceremony of Mr. Muralidharan. We all will be here to thank you, not to thank us. We want to thank you, and you should send Muralidharan to the parliament. We will stand by him. ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ വീണ്ടും വരും. അത് നിങ്ങളുടെ പ്രിയങ്കരനായ MP ആയി ശ്രീ കെ മുരളീധരൻ തെരഞ്ഞെടുക്കപ്പെടുന്നതിന്റെ ഭാഗമായി നടത്തുന്ന വിജയാഹ്ലാദ പരിപാടിയിലായിരിക്കും. അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കൃതജ്ഞത മാത്രമായിരിക്കും ഞങ്ങളുടെ മനസ്സിലുണ്ടാവുക. കോൺഗ്രസിനൊപ്പം നിന്ന് UDF-നൊപ്പം നിന്ന് ശ്രീ കെ മുരളീധരനെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചുകൊണ്ട് ഈ നാടിനെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകണം എന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. I thank all the cadres of the party who have stood in this hot sun. Your hot sun, your fighting, your support is not only for the Congress party to save this country from all this crisis from the BJP and the LDF. You please help us. We are there to support you, and your vote will go a long way in the history of Indian politics. ഈ പൊള്ളുന്ന വേനലിൽ കൊടും ചൂടിൽ അതെല്ലാം അവഗണിച്ചുകൊണ്ട് ആവേശം നിറഞ്ഞ മനസ്സുകളുമായി ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ സഹപ്രവർത്തകരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. നമ്മളൊരു വലിയ പോരാട്ടത്തിന്റെ ഭാഗമാണ്. ഈ രാജ്യത്തിന് വേണ്ടിയുള്ള യഥാർത്ഥ ദേശസ്നേഹികളുടെ ഒരു പോരാട്ടമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ അണിനിരക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹവും എന്റെ അഭിവാദ്യങ്ങളും എന്റെ കൃതജ്ഞതയും ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജയ് ഹിന്ദ്. I have not come here as a deputy chief minister. I have not come here as a president of the Karnataka Pradesh Congress Committee. I have come here as a friend of Muralidharan, whom you have to see him in the parliament to fight against his forces. ഞാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്നത് കർണാടകത്തിന്റെ ഉപമുഖ്യമന്ത്രി എന്ന നിലയിലല്ല. ഞാൻ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത് കർണാടകത്തിലെ PCC അധ്യക്ഷൻ എന്ന നിലയിലല്ല. പ്രിയപ്പെട്ട ശ്രീ കെ മുരളീധരന്റെ ഒരു ഉത്തമ സുഹൃത്ത് എന്ന നിലയിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ വിജയിപ്പിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന വ്യക്തിപരമായ അഭ്യർത്ഥനയുമായിട്ടാണ് ഞാൻ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ശ്രീ കെ മുരളീധരന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാം. I thank you once again, all of you. Jai Hind, Jai Congress Party. എല്ലാവർക്കും എന്റെ നന്ദി. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ് പാർട്ടി.